ഹായ് മക്കളെ, അപ്പോൾ ഒരുപാട് കുട്ടികൾ മെസ്സേജ് ചോദിക്കുന്നതാണ്. ഞാൻ ഒന്ന് രണ്ട് തവണ പറഞ്ഞതാണ്, പക്ഷെ എന്നാലും ഞാൻ വീണ്ടും പറയുവാണ്. എല്ലാവരും ചോദിക്കുന്നത് ജയിക്കാൻ ഏതൊക്കെ ചാപ്റ്ററുകൾ പഠിക്കണം, അധികം ബുദ്ധിമുട്ടില്ലാത്ത ജയിക്കാൻ ഏതൊക്കെ എളുപ്പമുള്ള ചാപ്റ്ററുകൾ ഏതൊക്കെ പഠിക്കണം +2 സേയ്ക്ക് എന്നാണ് ഒരുപാട് കുട്ടികൾ ചോദിക്കുന്നത്. അപ്പോൾ അവർക്ക് വേണ്ടി ഞാൻ ഒന്നുകൂടി പറയുവാണ്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾ പഠിക്കേണ്ട 5 ചാപ്റ്ററുകൾ ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട്. 1 മെട്രിസസ് എന്ന് പറയുന്ന ചാപ്റ്ററാണ്. 2 ഡിറ്റർമിനൻസ് എന്ന് പറയുന്ന ചാപ്റ്ററാണ്. ഈ മെട്രിക്സും ഡിറ്റർമിനൻസും കൃത്യമായിട്ട് തന്നെ പഠിക്കുക. ഇത് രണ്ടും കൃത്യമായി അതിൻ്റെ ചോദ്യങ്ങളെല്ലാം എഴുതിയാൽ തന്നെ നിങ്ങൾക്ക് 10ന് മുകളിൽ മാർക്ക് ഉറപ്പായിട്ട് കിട്ടും. ഓക്കെ അല്ലേ? അടുത്തത് നോക്കിക്കടാ, ലീനിയർ പ്രോഗ്രാമിംഗ് എന്ന് പറയുന്ന ആ ഗ്രാഫ് വരയ്ക്കുന്ന ചാപ്റ്റർ ഇല്ലേ, എന്ന് പറഞ്ഞാൽ നമ്മൾ ഗ്രാഫ് വരച്ചിട്ട് മറ്റേ റീജിയനൊക്കെ മാർക്ക് ചെയ്യുന്ന ചാപ്റ്റർ ഇല്ലേ, ആ ചാപ്റ്റർ കൃത്യമായിട്ട് പഠിക്കുക. ഇത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ വെക്ടറും 3Dയും പഠിക്കുക. ഈ 5 ചാപ്റ്ററുകളിലുള്ള എല്ലാ ചോദ്യങ്ങളും നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് 20നും 25നും ഇടയിൽ മാർക്ക് ഉറപ്പായിട്ട് കിട്ടിയിരിക്കും. ഉറപ്പ്, 100% ഉറപ്പ്. ഓക്കെ അല്ലേ? ഇനി ഏതെങ്കിലും കാരണവശാൽ ഇത് 5 കൃത്യമായിട്ട് നിങ്ങൾ പഠിക്കുക. ഇനി ഏതെങ്കിലും കാരണവശാൽ നിങ്ങൾക്ക് ഈ ചാപ്റ്ററിലെ ക്വസ്റ്റ്യനുകൾ ചെയ്യാൻ പറ്റാതെ വന്നാൽ, അല്ലെങ്കിൽ എക്സാം ഈ ചാപ്റ്ററിലെ ചോദ്യങ്ങൾ കുറച്ച് ടഫ് ആയാൽ എന്ത് ചെയ്യും? അതാണ് അടുത്ത ചോദ്യം. അപ്പൊ നിങ്ങൾ നോക്കേണ്ട ഒരു 3 ചാപ്റ്റർ കൂടിയുണ്ട്. റിലേഷൻ ആൻഡ് ഫങ്ഷൻസ് എന്ന് പറയുന്ന ചാപ്റ്റർ ഇല്ലേ, റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് എന്ന് പറയുന്ന നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററും, പിന്നെ ഇൻവേഴ്സ് ട്രിഗ്നോമെട്രി എന്ന് പറയുന്ന നമ്മുടെ സെക്കൻഡ് ചാപ്റ്ററുകളും, പിന്നെ നമ്മുടെ പ്രോബബിലിറ്റി എന്ന് പറയുന്ന ലാസ്റ്റ് ചാപ്റ്ററും ഇല്ലേ. ഇത് എല്ലാം പഠിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. ഇതിൻ്റെ അകത്തെ PYQs, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒന്ന് ചെയ്ത് പിടിച്ചേക്കാം കേട്ടല്ലോ. അപ്പൊ ഇത് കഴിഞ്ഞതിന് ശേഷമേ അതിൻ്റെ അകത്തേക്ക് പോകാവുള്ളൂ. അപ്പൊ നിർബന്ധമായിട്ട് നിങ്ങൾ പഠിക്കേണ്ട ചാപ്റ്റർ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ നിർബന്ധമായിട്ടും പഠിക്കേണ്ടതാണ് മെട്രിക്സ്, ഡിറ്റർമിനൻസ്, LPP, വെക്ടർ, 3D നിർബന്ധമായിട്ടും പഠിക്കുക. ഓക്കെ അല്ലേ? അത് പഠിച്ചതിന് ശേഷം മാത്രം ഈ ചാപ്റ്ററുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക. അത്രേ ഉള്ളൂ. ഓക്കെ അല്ലേ? അപ്പോൾ ഇപ്പോൾ ഓക്കെ ആയില്ലേ? ഇനി നിങ്ങൾ ഇന്റഗ്രേഷനും ഡിഫറൻസിയേഷനും ഒന്നും നോക്കിയില്ലെങ്കിലും പ്രശ്നമില്ല. സമയം ഉണ്ടെങ്കിൽ നിങ്ങൾ നോക്കിയോ, ഒരു പ്രശ്നമില്ല. ഇത്രയും പഠിച്ചാൽ നിങ്ങൾ ഉറപ്പായിട്ട് പാസ്സായിരിക്കും. ഓക്കെ അല്ലേ? അപ്പൊ നിങ്ങളുടെ സംശയം മാറില്ലേ? ഏത് ചാപ്റ്റർ പഠിച്ചാൽ ജയിക്കും, ഏതൊക്കെ ചാപ്റ്ററുകൾ പഠിക്കണം എന്നുള്ളൊരു സംശയം മാറില്ലേ? ഇനി പഠിച്ചോ. ഇനി പഠിക്കേണ്ട രീതിയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഈ കുറച്ച് സമയം കൊണ്ട് നിങ്ങൾ മാക്സിമം ആ ചാപ്റ്ററിന്റെ ഫുൾ ഡീറ്റെയിൽസ് കവർ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. എന്നിട്ട് മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്യുക. അതിന് നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടത് 1 ഷോട്ട് വീഡിയോസ് ആണ് അല്ലെ? നിങ്ങൾ യൂട്യൂബിൽ കാണുന്ന 1 ഷോട്ട് വീഡിയോസ് അല്ല. യൂട്യൂബിൽ കാണുന്ന വീഡിയോസിന് എന്താ പ്രശ്നം? അതൊരു 30-40 മിനിറ്റ് കൊണ്ട് അങ്ങോട്ട് തീർന്നു പോകും കേട്ടല്ലോ. ഒരു ചാപ്റ്റർ 30-40 മിനിറ്റ് കൊണ്ട് ഫുൾ പോർഷൻസ് വളരെ ബേസിക് ആയിട്ട് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നമ്മുടെ ആപ്പിൽ എല്ലാ ചാപ്റ്ററുകളുടെയും 1 ഷോട്ട് വീഡിയോ കുറച്ചൊരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ളതുണ്ട്. നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുള്ള 1 ഷോട്ട് വീഡിയോസ് ഉണ്ട് കേട്ടല്ലോ. ഞാൻ തന്നെ എടുത്തിരിക്കുന്ന എല്ലാ 1 ഷോട്ട് വീഡിയോസ് ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് അത് നോക്കി പഠിച്ചാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി പെട്ടെന്ന് പഠിച്ച് ഇതെല്ലാം കവർ ചെയ്യാൻ പറ്റും. ഇത് കവർ ചെയ്യുന്നതിന് കൂടാതെ നിങ്ങൾ ക്വസ്റ്റ്യൻസും ചെയ്ത് നോക്കുക. അതും നമ്മുടെ ആപ്പിൽ ഡീറ്റെയിൽഡ് ക്ലാസ്സിൽ അവൈലബിൾ ആണ്. ഓക്കെ അല്ലേ? അപ്പൊ ഇതൊക്കെ ചെയ്യാൻ എന്ത് ചെയ്യണം? നമ്മൾ ആപ്പിൽ ജോയിൻ ചെയ്യണം, കോഴ്സ് എടുക്കണം. എങ്ങനെയാണ് കോഴ്സ് എടുക്കുന്നതെന്നാണ് അടുത്തത്. നിങ്ങൾ താഴെ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നിങ്ങൾ ഇതിലേക്കായിരിക്കും ഓപ്പൺ ആയി പോകുന്നത്. അവിടെ ജോയിൻ നൗ എന്ന് പറയുന്ന ഒരു ബട്ടൺ കാണാം. ജോയിൻ നൗ, അവിടെ ക്ലിക്ക് ചെയ്യുക. ശ്രദ്ധിച്ചേ, ജോയിൻ നൗ എന്ന് പറയുന്ന ഒരു ബട്ടൺ കാണാം, അവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ പേരും ഫോൺ നമ്പറും ഡീറ്റെയിൽസ് ഒക്കെ അയച്ചു. ഏത് കോഴ്സാണ് വേണ്ടതെന്നുള്ള ക്ലാസ് ഒക്കെ സെലക്ട് ചെയ്യാനുള്ളതുണ്ട്, അത് സെലക്ട് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് ഏതാണോ സബ്ജക്റ്റ് ആവശ്യമുള്ളത് അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ അല്ലേ? പിന്നെ നിങ്ങളുടെ പേയ്മെന്റിലേക്കായി കേട്ടല്ലോ. അത് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോഴ്സ് പർച്ചേസ് ആയി. അപ്പൊ സമയമില്ല, കൃത്യം 1 മാസം. ഇനി 1 മാസത്തിന് അടുത്തേ ഉള്ളൂ നമുക്ക്. അപ്പൊ ഇപ്പൊ തന്നെ പഠിച്ചു തുടങ്ങണം, നിർബന്ധമായിട്ടും പഠിച്ചു തുടങ്ങണം. ഓക്കെ അല്ലേ? അപ്പൊ വാ, അടിച്ചു കയറി വാ.